സർ, ഞങ്ങൾ ഈ വർഷം +2 പാസ്സായവരാണ്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കോളേജുകൾക്ക് ബിരുദ പ്രവേശനം നേടാൻ വേണ്ടി ഞങ്ങൾ എന്തൊക്കെ പ്രൊസീജിയറുകളാണ് ചെയ്യേണ്ടത്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്ന ബിരുദ കോഴ്സുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ എന്നിവ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ വെബ്സൈറ്റ് ആയിട്ടുള്ള www.cuonline.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. സർ, ഓൺലൈൻ ആപ്ലിക്കേഷനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഓൺലൈൻ അപേക്ഷ നൽകുന്നതിന് ആദ്യമായി ചെയ്യേണ്ടത് ഫീസ് അടയ്ക്കുകയാണ്. ഫീസ് അടയ്ക്കുന്നതിന് വേണ്ടി www.cuonline.ac.in എന്ന സൈറ്റിൽ പ്രവേശിച്ച് ഫീ പേയ്മെന്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ www.uoc.ac.in എന്ന സൈറ്റ് സന്ദർശിച്ച് ഇൻസ്റ്റന്റ് പേ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അടയ്ക്കേണ്ട ഫീസ് സെലക്ട് ചെയ്ത് വ്യക്തിഗത വിവരങ്ങൾ നൽകുക. ഇവിടെ നൽകുന്ന വിവരത്തിൽ കൃത്യമായും നിങ്ങളുടെ മൊബൈൽ നമ്പറോ അച്ഛൻ, അമ്മ, രക്ഷിതാക്കൾ എന്നിവരുടെ മൊബൈൽ നമ്പറോ മാത്രമേ നൽകാൻ പാടുള്ളൂ. കാരണം അലോട്ട്മെന്റ് പോലുള്ള സുപ്രധാനമായ വിവരങ്ങൾ SMS ആയി നൽകുന്നത് മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ ഫോണിലൂടെയാണ്. ഏതെല്ലാം മാർഗങ്ങളിലൂടെ ഞങ്ങൾക്ക് ഫീ അടയ്ക്കാം? ഫീസ് അടയ്ക്കുന്നതിന് വേണ്ടി SBI ഓൺലൈൻ, ഫ്രണ്ട്സ്, അക്ഷയ കേന്ദ്രങ്ങൾ കൂടാതെ പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനവും ഉപയോഗപ്പെടുത്താവുന്നതാണ്. സർ, പേയ്മെന്റ് ഗേറ്റ്വേ എന്താണ്? പേയ്മെന്റ് ഗേറ്റ്വേ ഇ-കോമേഴ്സ് ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഏത് ബാങ്കിന്റെയും ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡ് മുഖാന്തരമോ നെറ്റ് ബാങ്കിംഗ് ഉപയോഗിച്ചോ ഫീ അടയ്ക്കാവുന്നതാണ്. അപ്പോൾ ഫീസ് അടച്ച ശേഷം എപ്പോഴാണ് അപേക്ഷ സബ്മിറ്റ് ചെയ്യേണ്ടത്? ഫീസ് അടച്ചു കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് CAP ID-യും പാസ്വേഡും SMS ആയി ലഭിക്കുന്നതാണ്. അത് ലഭിച്ചു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ നടപടികൾ തുടരാവുന്നതാണ്. സർ, ഈ CAP ID-യും പാസ്വേഡും ലഭിച്ചതിനു ശേഷം നമുക്ക് അപ്പോൾ തന്നെ ആപ്ലിക്കേഷൻ തുടങ്ങാൻ സാധിക്കുമോ? CAP ID-യും പാസ്വേഡും ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ രജിസ്ട്രേഷൻ തുടങ്ങാവുന്നതാണ്. ഇതില് പാസ്വേഡ് കൃത്യമായിട്ടും സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. ഏതെങ്കിലും കാരണവശാൽ CAP ID-യോ പാസ്വേഡോ നഷ്ടപ്പെട്ടാൽ അത് റിട്രീവ് ചെയ്യാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? തീർച്ചയായും പാസ്വേഡ് തിരിച്ചെടുക്കുന്നതിനുള്ള മാർഗം നിലവിലുണ്ട്. പേയ്മെന്റ് സൈറ്റിൽ പ്രവേശിച്ച് റീപ്രിന്റ് ഗെറ്റ് SMS എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനെ തുടർന്ന് ജനന തീയതി, മൊബൈൽ നമ്പർ, ചലാൻ നമ്പർ തുടങ്ങിയവ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ ഫോണിലേക്ക് പാസ്വേഡ് SMS ആയി ലഭിക്കുന്നതാണ്. സർ, നമുക്ക് എങ്ങനെയെല്ലാമാണ് രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കുക? വീട്ടിൽ ഇന്റർനെറ്റ് സൗകര്യം ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ സൗകര്യം നൽകുന്നതിന് വേണ്ടി എല്ലാ കോളേജുകളിലും നോഡൽ സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സേവനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. കൂടാതെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെയോ ഇന്റർനെറ്റ് സേവനം പ്രദാനം ചെയ്യുന്ന സ്ഥാപനങ്ങളിലൂടെയോ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ്. ഈ രജിസ്ട്രേഷൻ പ്രൊസീജിയർ ഒന്നും കൂടെ വിശദമായിട്ട് പറഞ്ഞു തരുമോ? തീർച്ചയായും. CAP ID, പാസ്വേഡ് എന്നിവ ലഭിച്ചതിന് ശേഷം www.cuonline.ac.in എന്ന സൈറ്റ് സന്ദർശിക്കുക. രജിസ്ട്രേഷൻ ലിങ്കിന് കീഴിൽ UG രജിസ്ട്രേഷൻ തിരഞ്ഞെടുക്കുക. തുടർന്ന് വരുന്ന പേജിൽ +2 രജിസ്റ്റർ നമ്പർ, CAP ID, സെക്യൂരിറ്റി കോഡ് എന്നിവ കൊടുത്തതിനു ശേഷം ലോഗിൻ ചെയ്യുക. 4 ഭാഗങ്ങളായാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത്. ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയാണ് രജിസ്ട്രേഷന്റെ ആദ്യപടി. ഇതിനായി 20 മുതൽ 40 KB വരെ ഡിജിറ്റൽ സൈസുള്ള ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഭാഗം 2 ആയി കാണുന്ന ഭാഗത്ത് പ്രാഥമിക വിവരങ്ങളാണ് സമർപ്പിക്കേണ്ടത്. ഫീസ് അടയ്ക്കുന്ന സമയത്ത് സമർപ്പിച്ച വിവരങ്ങൾ സ്ക്രീനിൽ സ്വമേധയാ തെളിഞ്ഞു വരുന്നതാണ്. ഭാഗം 2B-യിൽ വ്യക്തിഗത വിവരങ്ങളാണ് ഉള്ളത്. സംവരണ വിഭാഗക്കാർ അവർക്ക് അർഹതയുള്ള വിവരങ്ങൾ മാത്രം നൽകുക. അല്ലാത്ത പക്ഷം ലഭിക്കുന്ന പ്രവേശനം നിരസിക്കപ്പെടുന്നതായിരിക്കും. മുന്നോക്ക വിഭാഗത്തിലെ BPL വിഭാഗക്കാർ വരുമാന സർട്ടിഫിക്കറ്റിന്റെ ഉത്തരവ് നമ്പർ, തീയതി, സർട്ടിഫിക്കറ്റ് നൽകിയ അധികാരി എന്നിവ രേഖപ്പെടുത്തേണ്ടതാണ്. പ്രസ്തുത സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ സമയത്ത് കോളേജിൽ സമർപ്പിക്കേണ്ടതാണ്. വിവിധ തരത്തിലുള്ള വെയിറ്റേജിന് അർഹരായിട്ടുള്ള അപേക്ഷകർ പ്രസ്തുത വിവരം രേഖപ്പെടുത്തേണ്ടതാണ്. രേഖപ്പെടുത്തിയ വിവരങ്ങൾ എഡിറ്റ് ചെയ്യാവുന്നതാണ്. എഡിറ്റ് ചെയ്യുന്നതിന് ശേഷമോ അല്ലാതെയോ അടുത്ത ഭാഗത്തിലേക്ക് പോകുന്നതിനായി സേവ് ആൻഡ് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. രജിസ്ട്രേഷന്റെ വേളയിൽ ഏതെങ്കിലും ഭാഗത്തിൽ പിന്നീട് തുടരാം എന്ന് ഉദ്ദേശിക്കുന്ന പക്ഷം ലോഗൌട്ട് ചെയ്യുക. ഭാഗം 3. ഈ ഭാഗത്തിൽ എത്ര തവണ എടുത്താണ് പരീക്ഷ
പാസ്സായത് എന്ന് രേഖപ്പെടുത്തുക. ആദ്യ തവണയ്ക്ക് ശേഷം തുടർന്ന് എടുക്കുന്ന ഓരോ തവണയ്ക്കും 10 മാർക്ക് വീതം നഷ്ടമാവുന്നതാണ്. ഇങ്ങനെ പരമാവധി 25 മാർക്ക് വരെ കുറയ്ക്കുന്നതാണ്. യോഗ്യതാ പരീക്ഷയുടെ ബോർഡ്, യൂണിവേഴ്സിറ്റി എന്നിവ രേഖപ്പെടുത്തേണ്ടതാണ്. പരീക്ഷയുടെ സ്ട്രീം തെരഞ്ഞെടുക്കുക, അതായത് സയൻസ്, ഹ്യൂമാനിറ്റീസ്, കോമേഴ്സ് തുടങ്ങിയവ. ഓരോ സ്ട്രീമിനും കീഴിൽ വരുന്ന വിവിധ കോമ്പിനേഷനുകൾ തെരഞ്ഞെടുക്കുക. സ്ക്രീനിൽ മാർക്ക് സ്വമേധയാ ലഭ്യമായിട്ടുണ്ടെങ്കിൽ ആയത് ശരിയാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. മാർക്ക് ലഭ്യമായിട്ടില്ലെങ്കിൽ അപേക്ഷിക്കുന്നവർ അവർക്ക് ലഭിച്ച മാർക്ക് ശ്രദ്ധയോടെ രേഖപ്പെടുത്തേണ്ടതാണ്. ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയ വിവരങ്ങളും എഡിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത ഭാഗത്തിലേക്ക് പോകുന്നതിനായി സേവ് ആൻഡ് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. ഭാഗം 4-ൽ അപേക്ഷകർ ഉദ്ദേശിക്കുന്ന കോളേജ്, കോഴ്സ് എന്നിവ രേഖപ്പെടുത്തേണ്ടതാണ്. www.cuonline.ac.in ലഭ്യമാക്കിയിരിക്കുന്ന കോളേജ്, കോഴ്സ് എന്നിവ പരിശോധിച്ച് കോഴ്സും കോളേജും മുൻഗണനാക്രമത്തിൽ ലിസ്റ്റാക്കി വെക്കുന്നത് രജിസ്ട്രേഷന് സഹായിക്കുന്നതാണ്. ഒരു അപേക്ഷകന് 20 ഓപ്ഷനുകൾ വരെ തെരഞ്ഞെടുക്കാവുന്നതാണ്. സർ, എയ്ഡഡ് കോളേജുകളിലെ കമ്മ്യൂണിറ്റി ക്വാട്ട അപേക്ഷയുടെ വിധം എങ്ങനെയാണെന്നൊന്ന് വിശദീകരിക്കാമോ? എയ്ഡഡ് കോളേജുകൾ നടത്തുന്ന സമുദായങ്ങൾക്ക് അതത് കോളേജുകളിൽ കമ്മ്യൂണിറ്റി ക്വാട്ട നിലവിലുണ്ട്. ഈ സീറ്റുകളിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ എയ്ഡഡ് കോളേജ്, കോഴ്സ് എന്നിവ രജിസ്ട്രേഷൻ സമയത്ത് തന്നെ രേഖപ്പെടുത്തേണ്ടതാണ്. ഇതോടുകൂടി രജിസ്ട്രേഷന്റെ ഒരു ഘട്ടം പൂർത്തിയാകുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ള എല്ലാ വിവരങ്ങളും ലഭ്യമാകും. അത് ശരിയാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഫൈനൽ സബ്മിഷൻ നടത്തി അപേക്ഷാ സമർപ്പണം പൂർത്തീകരിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ വെരിഫിക്കേഷൻ പ്രിന്റ് ഔട്ട് എടുത്തതിനു ശേഷം എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് പരിശോധിക്കുക. തെറ്റൊന്നുമില്ലെങ്കിൽ അന്തിമ സമർപ്പണം നടത്താവുന്നതാണ്. ഇതിനുശേഷം ഫൈനൽ പ്രിന്റ് ഔട്ട് എടുത്ത് കൈവശം വെക്കുക. രജിസ്ട്രേഷൻ വേളയിൽ ഒരു കാരണവശാലും ബാക്ക് ബട്ടൺ ഉപയോഗിക്കരുത്. റീവാലുവേഷനോ ഇംപ്രൂവ്മെന്റോ കാരണം മാർക്കിന് മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഇഫക്ട് ചെയ്യുക? മാർക്കിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ 3-ാം അലോട്ട്മെന്റിന് ശേഷം മാത്രമേ അത് പരിഗണിക്കുകയുള്ളൂ. ഈ ആവശ്യത്തിലേക്കായി വിദ്യാർത്ഥികൾ മാർക്ക് ഷീറ്റിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള പകർപ്പ് ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ, ടാഗോർ നികേതൻ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, മലപ്പുറം എന്ന വിലാസത്തിൽ അയച്ചു തരേണ്ടതാണ്. 4-ാം അലോട്ട്മെന്റിന് മുമ്പ് ലഭിക്കുന്ന അപേക്ഷകൾ മാത്രമേ ഈ ആവശ്യത്തിലേക്ക് പരിഗണിക്കാൻ കഴിയുകയുള്ളൂ. സർ, ഫൈനൽ സബ്മിഷന് ശേഷം നമ്മൾ അതിൽ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഡീറ്റെയിൽസ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുമോ? അന്തിമ സമർപ്പണം നടത്തുന്നത് വരെ തന്നെ വിദ്യാർത്ഥികൾക്ക് രേഖപ്പെടുത്തിയിട്ടുള്ള ഏത് വിവരവും എഡിറ്റ് ചെയ്യാവുന്നതാണ്. അന്തിമ സമർപ്പണം നടത്തി ഫൈനൽ പ്രിന്റ് ഔട്ട് എടുത്തതിന് ശേഷമാണെങ്കിൽ അടുത്തുള്ള നോഡൽ സെന്ററുകളിൽ വെച്ച് മാത്രമേ എഡിറ്റ് ചെയ്യുന്നതിനുള്ള സൌകര്യം ലഭ്യമാവുകയുള്ളൂ. സർ, മൊത്തത്തിൽ എത്ര അലോട്ട്മെന്റ് ഉണ്ടാവും? എല്ലാ വിഭാഗങ്ങൾക്കുമായി 4 അലോട്ട്മെന്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. കൂടാതെ SC, ST, മുന്നോക്ക വിഭാഗത്തിലെ BPL വിഭാഗക്കാർ എന്നിവർക്ക് 2 സ്പെഷ്യൽ അലോട്ട്മെന്റുകൾ കൂടി ഉണ്ടായിരിക്കുന്നതാണ്. ഓരോ അലോട്ട്മെന്റിലും ലഭിച്ച ഓപ്ഷൻ താഴെയുള്ള എല്ലാ ഓപ്ഷനുകളും സ്ഥിരമായി നഷ്ടപ്പെടുന്നതാണ്. ഹയർ ഓപ്ഷൻ നിലനിർത്തിയിട്ടുള്ള വിദ്യാർത്ഥികളെ തുടർന്ന് വരുന്ന അലോട്ട്മെന്റുകളിൽ ഹയർ ഓപ്ഷനുകളിലേക്ക് പരിഗണിക്കുന്നതാണ്. ഇങ്ങനെ ഹയർ ഓപ്ഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾ മുമ്പ് ലഭിച്ചിരുന്ന അലോട്ട്മെന്റ് ഉപേക്ഷിക്കേണ്ടതാണ്. അതൊരു കാരണവശാലും നിലനിർത്തി കൊടുക്കുന്നതല്ല. ആയതിനാൽ ലഭിച്ച അലോട്ട്മെന്റിൽ തൃപ്തരായ വിദ്യാർത്ഥികൾ തീർച്ചയായും എല്ലാ ഹയർ ഓപ്ഷനുകളും ക്യാൻസൽ ചെയ്യേണ്ടതാണ്. സർ, ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യുന്നതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? എല്ലാ ഹയർ ഓപ്ഷനുകളും ക്യാൻസൽ ചെയ്യുന്നതിന് നോഡൽ സെന്ററുകളിൽ ചെന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ ഹയർ ഓപ്ഷനുകൾ ഭാഗികമായി ക്യാൻസൽ ചെയ്യുന്നതിന് വിദ്യാർത്ഥികൾക്ക് അവരുടെ ലോഗിൻ വിവരങ്ങൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന് അക്ഷയ കേന്ദ്രങ്ങളെയോ ഇന്റർനെറ്റ് സൌകര്യം പ്രദാനം ചെയ്യുന്ന മറ്റ് സ്ഥാപനങ്ങളെയോ ആശ്രയിക്കാവുന്നതാണ്. സർ, അലോട്ട്മെന്റുകളെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. ആദ്യമായി ഒരു ട്രയൽ അലോട്ട്മെന്റ് ആണ് നടത്തുന്നത്. ട്രയൽ അലോട്ട്മെന്റോടുകൂടി ഓരോ വിദ്യാർത്ഥിക്കും അവരുടെ ലഭ്യമായ മാർക്ക് അനുസരിച്ച് കിട്ടാവുന്ന ഓപ്ഷന്റെ ഒരു സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ട്രയൽ അലോട്ട്മെന്റിന് ശേഷം അവർ സമർപ്പിച്ചിട്ടുള്ള ഓപ്ഷനുകൾ പുനഃക്രമീകരിക്കുവാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്.
ഇവിടെ ഓപ്ഷനുകൾ മുൻഗണനാക്രമത്തിൽ മാറ്റിക്കൊടുക്കാവുന്നതാണ്. പുതിയ ഓപ്ഷനുകൾ ഈ ഘട്ടത്തിൽ ഒരു കാരണവശാലും കൂട്ടിച്ചേർക്കാൻ കഴിയുന്നതല്ല. തുടർന്നുള്ള അലോട്ട്മെന്റുകളെ കുറിച്ചും വിശദീകരിക്കാൻ പറ്റുമോ? തീർച്ചയായും പറയാവുന്നതാണ്. നിശ്ചയിക്കപ്പെട്ട തീയതിയിൽ ഒന്നാം അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നതാണ്. അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും അവരുടെ സീറ്റ് ഉറപ്പിക്കുന്നതിനായി നിശ്ചിത തീയതിക്കുള്ളിൽ തന്നെ മാൻഡേറ്ററി ഫീ അടയ്ക്കേണ്ടതാണ്. മാൻഡേറ്ററി ഫീ അടയ്ക്കാതിരുന്നാൽ ലഭിച്ചിരിക്കുന്ന അലോട്ട്മെന്റ് നഷ്ടമാകുന്നതും ഈ ഓൺലൈൻ രജിസ്ട്രേഷൻ പ്രവർത്തനത്തിൽ നിന്ന് തന്നെ അവര് പുറത്താകുന്നതുമാണ്. ഷെഡ്യൂൾ പ്രകാരമുള്ള തീയതികളിൽ 2, 3, 4 അലോട്ട്മെന്റുകൾ പ്രസിദ്ധീകരിക്കുന്നതാണ്. ഓരോ അലോട്ട്മെന്റിനു ശേഷവും നിശ്ചിത തീയതിക്കുള്ളിൽ മാൻഡേറ്ററി ഫീ അടയ്ക്കേണ്ടതാണ്. മാൻഡേറ്ററി അടയ്ക്കാത്ത വിദ്യാർത്ഥികളെ തുടർന്നുള്ള അലോട്ട്മെന്റുകളിൽ പരിഗണിക്കുന്നതല്ല. ഏതെങ്കിലും ഒരു അലോട്ട്മെന്റ് ലഭിച്ച് മാൻഡേറ്ററി ഫീ അടച്ചവർ വീണ്ടും മാൻഡേറ്ററി ഫീ അടയ്ക്കേണ്ടതില്ല. ലഭിച്ച ഓപ്ഷനിൽ തൃപ്തരായ വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യേണ്ടതാണ്. മൂന്നാം അലോട്ട്മെന്റിന് ശേഷം എല്ലാ വിദ്യാർത്ഥികളും അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള എല്ലാവരും തന്നെ കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഒന്നാമത്തെ ഓപ്ഷൻ ലഭിച്ചവർ സ്ഥിരം അഡ്മിഷൻ എടുക്കേണ്ടതാണ്. 1, 2, 3 അലോട്ട്മെന്റുകളിൽ ലഭിച്ച ഓപ്ഷനിൽ തൃപ്തരായവർ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്ത് അഡ്മിഷൻ എടുക്കേണ്ടതാണ്, സ്ഥിരം അഡ്മിഷൻ എടുക്കേണ്ടതാണ്. 4ാമത്തെ അലോട്ട്മെന്റിന് ശേഷം എല്ലാ വിദ്യാർത്ഥികളും അലോട്ട്മെന്റ് ലഭിച്ചവരെല്ലാം തന്നെ സ്ഥിരം അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇതിൽ ഹയർ ഓപ്ഷന് പരിഗണിക്കാൻ താൽപര്യമുള്ളവർ ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ടാണ് സ്ഥിരം അഡ്മിഷൻ എടുക്കേണ്ടത്. കാരണം 4ാം അലോട്ട്മെന്റിന് ശേഷം കോളേജുകളിൽ ഒഴിവുവരുന്ന സീറ്റുകളിലേക്ക് കോളേജിലേക്ക് അയക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് അഡ്മിഷൻ കൊടുക്കുന്നത്. ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നും അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ 4ാം അലോട്ട്മെന്റിന് ശേഷം ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് മാത്രമേ സ്ഥിരം അഡ്മിഷൻ എടുക്കേണ്ടതുള്ളൂ. അല്ലാത്തവരെ ആ ലിസ്റ്റ് കൊടുത്തുള്ള അഡ്മിഷനിൽ പരിഗണിക്കുന്നതല്ല. സർ, അലോട്ട്മെന്റിന് ശേഷമുള്ള സ്ഥിരം അഡ്മിഷൻ, താൽക്കാലിക അഡ്മിഷൻ എന്നിവയെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും ഈ ഭാഗം വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ്. ഓരോ അലോട്ട്മെന്റിന് ശേഷവും ഒന്നാമത്തെ ഓപ്ഷൻ ലഭിച്ചവരും ലഭിച്ച ഓപ്ഷനിൽ തൃപ്തരായവരും സ്ഥിരം അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതിൽ ലഭിച്ച ഓപ്ഷനിൽ തൃപ്തരായവർ സ്ഥിരം അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഹയർ ഓപ്ഷനുകളെല്ലാം തന്നെ ക്യാൻസൽ ചെയ്യേണ്ടതാണ്. 4ാമത്തെ അലോട്ട്മെന്റിന് ശേഷം അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും അതത് കോളേജിൽ സ്ഥിരം അഡ്മിഷൻ എടുക്കേണ്ടതാണ്. 3ാമത്തെ അലോട്ട്മെന്റിന് ശേഷം ഹയർ ഓപ്ഷനുകൾക്കായി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ അതത് കോളേജിൽ റിപ്പോർട്ട് ചെയ്ത് താൽക്കാലിക അഡ്മിഷൻ എടുക്കേണ്ടതാണ്. താൽക്കാലിക അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കോളേജിൽ ഫീസ് അടയ്ക്കേണ്ടതില്ല, ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ ഒന്നും തന്നെ സമർപ്പിക്കേണ്ടതും ഇല്ല. സർ, ഈ സ്പെഷ്യൽ അലോട്ട്മെന്റ് എന്താണ്? സ്പെഷ്യൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് 4 അലോട്ട്മെന്റ് കഴിഞ്ഞതിനു ശേഷവും ജനറൽ വിഭാഗത്തിലേക്കുള്ള 4 അലോട്ട്മെന്റ് കഴിഞ്ഞതിനു ശേഷവും SC, ST, മുന്നാക്ക വിഭാഗത്തിലെ BPL വിഭാഗക്കാർ എന്നിവരുടെ ഒഴിവുകൾ നികത്തുന്നതിനു വേണ്ടി 2 സ്പെഷ്യൽ അലോട്ട്മെന്റുകൾ നടത്തുന്നതാണ്. ഇത്തരത്തിലുള്ള ഒഴിവുകൾ അഡ്മിഷന്റെ വെബ്സൈറ്റിൽ പ്രദർശിപ്പിക്കുന്നതാണ്. കുട്ടികൾക്ക് ഒഴിവുകൾ നോക്കി റീ ഓപ്ഷൻ നടത്താനുള്ള അവസരം നൽകുന്നതാണ്. റീ ഓപ്ഷൻ നടത്തിയിട്ടുള്ള വിദ്യാർത്ഥികളെ ആ റീ ഓപ്ഷനുകളിലേക്കും അല്ലാത്ത വിദ്യാർത്ഥികളെ മുൻപേ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഓപ്ഷനുകളിലേക്കും പരിഗണിക്കുന്നതാണ്. ഈ അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികളും മാൻഡേറ്ററി ഫീ അടയ്ക്കേണ്ടതാണ്. മാൻഡേറ്ററി ഫീ അടച്ചിട്ടില്ലെങ്കിൽ അടുത്ത അലോട്ട്മെന്റിൽ അവരെയും പരിഗണിക്കുന്നതല്ല. സർ, മാൻഡേറ്ററി ഫീസിനെ സംബന്ധിച്ചൊന്ന് വിശദീകരിക്കാമോ? അലോട്ട്മെന്റ് ലഭിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും നിശ്ചിത തീയതിക്കുള്ളിൽ മാൻഡേറ്ററി ഫീ അടയ്ക്കേണ്ടതാണ്. മാൻഡേറ്ററി ഫീ അടയ്ക്കാതിരിക്കുകയാണെങ്കിൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന ഓപ്ഷൻ നഷ്ടമാകുന്നതും തുടർന്ന് ഈ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് തന്നെ അവർ പുറത്താകുന്നതുമാണ്. അവരെ ഒരു കാരണവശാലും പിന്നീട് അലോട്ട്മെന്റ് പ്രക്രിയയിലേക്ക് പുനഃസ്ഥാപിച്ച് നൽകുന്നതല്ല. നേരിട്ട് അഡ്മിഷൻ നടത്തുന്ന സീറ്റുകളിലേക്ക് പോലും മാൻഡേറ്ററി ഫീ നിശ്ചിത തീയതിക്കുള്ളിൽ തന്നെ അടച്ചു തീർക്കേണ്ടതാണ്.